ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും നമുക്കൊരുമിച്ച് കാണാൻ ദൈവം സഹായിച്ചതോർ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതായ വിഷയം, നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും 4 വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താം. അതായത് നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ജോലി എന്ന വിഭാഗത്തിൽപ്പെടുത്താം. ജോലി എന്നാൽ നമുക്കറിയാം, ഒരു വേതനം മുൻകൂട്ടി നിശ്ചയിച്ച്, ഒരു കൂലി മുൻകൂട്ടി പറഞ്ഞ് തീരുമാനിച്ച് അതിനനുസരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ജോലി എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമതൊരു വിഭാഗമുണ്ട്, അത് സേവനമാണ്. സേവനമെന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ഒരു പ്രതിഫലം നിശ്ചയിക്കുന്നില്ല, എന്നാൽ സേവനം ചെയ്യുമ്പോൾ സമൂഹം അതിന് പ്രതിഫലം കൊടുക്കും. മൂന്നാമത്തെ വിഭാഗമാണ് ത്യാഗം എന്നുള്ളത്. അത് സമ്പൂർണമായി നഷ്ടം സഹിച്ച് ജീവിതത്തിൽ, യേശുക്രിസ്തു പറഞ്ഞു, ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹമില്ല. അപ്പോൾ സ്വന്തം ജീവനെപ്പോലും ബലിയർപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ശരിക്കും ത്യാഗം എന്ന് പറയുന്നത്. എന്നാൽ നാലാമതൊരു ഗണമുണ്ട്, അത് ചൂഷണമാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ പല പ്രവൃത്തികളും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതാണ്. നമുക്ക് ചുരുക്കമായി വേദപുസ്തക വെളിച്ചത്തിൽ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ 4 മേഖലകളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പ്രതിഫലം വാങ്ങി ചെയ്യുന്ന ജോലി എന്താണെന്ന് അവിടെ വ്യക്തമാക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. പ്രവർത്തനവും വിശ്വാസവുമാണ് ഇവിടെ അപ്പോസ്തലൻ ചർച്ച ചെയ്യുന്നത്. പ്രവർത്തിക്കുക, നമ്മളൊരു കൽപ്പന അനുസരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് ഞാൻ ഒരുങ്ങി തയ്യാറാകുക, എന്നെ തന്നെ അതിനായി സമർപ്പിക്കുക. പക്ഷേ അങ്ങനെ പ്രവൃത്തിയിൽ നിന്ന് ഒരു കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് അത് ജോലിയായിട്ട് മാറുന്നത്. ഇന്ന് നമുക്കറിയാം, ശമ്പളം വാങ്ങി ശുശ്രൂഷ ചെയ്യുന്ന അനേകം സുവിശേഷകരുണ്ട്. ശമ്പളം നിശ്ചയിച്ചിട്ട് വേല ചെയ്യുന്ന, കർത്താവിൻ്റെ വേല ചെയ്യുന്ന പുരോഹിതന്മാരുണ്ട്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. സുവിശേഷ രംഗത്താണ്, സ്ഥാപനങ്ങളിലാണ്, ഇടവകകളിലാണ്, ദൈവത്തിൻ്റെ വേലയാണ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ഒരു നിശ്ചിത ശമ്പളം മുൻകൂട്ടി നിശ്ചയിച്ച് ചെയ്യുന്നതാണ്. ആ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ വേദപുസ്തകം പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നു, അത് കൃപയായിട്ടല്ല, അത് കടമായിട്ടാണ് എന്ന് പറഞ്ഞാൽ, അവന് ഈ ഭൂമിയിൽ അതിന് പ്രതിഫലം കൊടുക്കുവാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരാണ്. കാരണം അത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ഇത്ര രൂപ തന്നാൽ ഞാൻ ഇന്നത് ചെയ്യാം. അത് ദൈവത്തിൻ്റെ വേലയാണെങ്കിൽ പോലും അത് കടമായി നിൽക്കുകയാണ്. ഭൂമിയിൽ അതിന് പ്രതിഫലം വാങ്ങുന്നു. അതിന് സ്വർഗത്തിൽ പിന്നെ മറ്റൊരു പ്രതിഫലമില്ലെന്ന് കർത്താവ് വളരെ ഭംഗിയായി പഠിപ്പിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ, അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു, മറ്റുള്ളവർ കാണെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, എനിക്ക് സമൂഹത്തിൽ നിന്ന് അതിന് ഒരു പ്രതിഫലം കിട്ടണം, മറ്റുള്ളവർ എന്നെ പ്രശംസിക്കണം, മറ്റുള്ളവർ കാണെ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്, എനിക്കതിൽ നിന്ന് സമൂഹത്തിൽ ഞാൻ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നെ മറ്റുള്ളവർ കണ്ടിട്ട് പ്രശംസിക്കണം. കർത്താവ് പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, ഭൂമിയിൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ പ്രതിഫലം കിട്ടിപ്പോയി. ഇനി സ്വർഗത്തിൽ അതിനൊരു പ്രതിഫലം ഇല്ലെന്നാണ് വളരെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിച്ചത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്യമുണ്ട്, 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരുവൻ്റെ പ്രവൃത്തി
സ്വർഗത്തിൽ പരിശോധിക്കപ്പെടും. അത് തീയിലൂടെ കടത്തിവിടുമെന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിതതെല്ലാം തീയിലൂടെ പരിശോധിക്കുമ്പോൾ വെന്തുപോകും. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതൊക്കെയും തീയിലൂടെ പരിശോധിക്കപ്പെട്ടാൽ അത് വെന്തുപോവുകയല്ല, കൂടുതൽ ശോഭയുള്ളതായി പുറത്തു വരും. ഇതൊരു സാദൃശ്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും പുല്ലും വൈക്കോലും കൊണ്ട് നിർമ്മിച്ചതുപോലെയാണ്. അത് കർത്താവിൻ്റെ വേലയാണ്, കർത്താവിൻ്റെ വേല ഞാൻ ചെയ്തു എന്നുള്ള സംതൃപ്തിയൊക്കെ നമുക്കുണ്ടാകും. പക്ഷേ സ്വർഗത്തിൽ അതിന് പ്രതിഫലം ഉണ്ടാകുകയില്ല, ഭൂമിയിൽ അതിന് പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ സേവനമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെ വാക്യങ്ങൾ, അതുപോലെ 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം, ഇതെല്ലാം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സകലത്തിനും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പ്രതിഫലം പ്രതീക്ഷിക്കാതെ, മറ്റുള്ളവരുടെ പ്രശംസ നോക്കാതെ, ഒരു കൂലി പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന സകലത്തിനും സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചു. 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ മുഖം വാടിയതായി കാണിക്കരുത്. നിങ്ങൾ ഉപവസിക്കുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടയാകരുത്. മറ്റുള്ളവർ കാണേണ്ടതിന് നിങ്ങൾ മുഖം വാടി ഉപവസിക്കരുത്. പിന്നെയോ തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകി പ്രസന്നവതരായി സന്തോഷത്തോടെ നിങ്ങൾ ഉപവസിക്കുന്നു എങ്കിൽ, മറ്റുള്ളവരിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാതെ, മറ്റുള്ളവരുടെ പ്രശംസ പ്രതീക്ഷിക്കാതെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചു. 6-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അതും വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിച്ചു, നിങ്ങൾ തെരുക്കോണുകളിൽ നിന്ന് ശബ്ദമുയർത്തി മറ്റുള്ളവർ കാണുകെ, മറ്റുള്ളവർ പ്രശംസിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാതെ അറയിൽ കടന്ന വാതിലടച്ച് ഇതാ രഹസ്യത്തിലുള്ള നിങ്ങളുടെ ദൈവത്തോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, രഹസ്യ പ്രാർത്ഥന മനുഷ്യ ജീവിതത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതാണ്, ദൈവവുമായിട്ട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് എന്ന് കർത്താവ് പഠിപ്പിച്ചു. ഇത് സമൂഹത്തിൽ നിന്ന് ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂലിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, അത് ജോലിയല്ല. അതിനെയാണ് നമ്മൾ സേവനം എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ അപ്പോസ്തലൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരു പ്രതിഫലവും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വേല ചെയ്തത്, എന്നാൽ എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങൾ എന്നെ സഹായിച്ചത് പൗലോസ് അപ്പോസ്തലൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എഫേസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുന്ന ഒരു പ്രസംഗം, അവർക്ക് നൽകുന്ന ഒരു സന്ദേശം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ കാണാം. ഹൃദയസ്പർശിയായ ഒരു സന്ദേശമാണത്. 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തന്നത് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. നിങ്ങളുടെ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. അതിൻ്റെ 20-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കൈകൊണ്ട് അധ്വാനിച്ച് നിങ്ങളുടെ മുട്ട് തീർക്കുവാൻ പോലും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോസ്തലൻ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു, എന്നിട്ടാണ് സുവിശേഷ വേല ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഒന്നും പ്രതീക്ഷിക്കാതെ, ഭൂമിയിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ അപ്പോസ്തലൻ ചെയ്ത ആ വേലയെയാണ് യഥാർത്ഥത്തിൽ സേവനമെന്ന് വിളിക്കേണ്ടത്. എന്നാൽ ഈ സേവനം ചെയ്യുമ്പോൾ സമൂഹം കണ്ടറിഞ്ഞ് പ്രതിഫലം നൽകും. അത് ഭൂമിയിൽ നാം ജീവിക്കേണ്ടതിനാവശ്യമായത്, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ തക്കവണ്ണം ദൈവം അനേകരെ ഒരുക്കും. അത് നാം ചോദിച്ചു വാങ്ങുന്നതാകരുത്, നമ്മൾ കണക്ക് പറഞ്ഞ് വാങ്ങുന്നതാകരുത്. അത് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതാണെന്നുള്ള വിശ്വാസത്തോടെ, അതിനു വേണ്ടി വേല ചെയ്യുന്നതല്ല, കർത്താവിലുള്ള സമ്പൂർണമായ സമർപ്പണത്തോടെ ഞാൻ സേവനം ചെയ്യുന്നു, അവിടെ കർത്താവ് എനിക്ക് വേണ്ടി അനേകരെ ഒരുക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നിൽപ്പാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തലമുടി നാരിഴ പോലും അടർന്നു വീഴുന്നത്
ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് ദൈവം അറിയുന്നു. അത് നടത്തി തരുവാൻ ദൈവം മതിയായവനാണ്. ആ വിശ്വാസത്തോടെയാണ് അപ്പോസ്തലൻ വേല ചെയ്തത്. അപ്പോസ്തലന് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ തന്നെ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഫിലിപ്പിയ സഭയോട് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ അയച്ചു തന്നത് എനിക്ക് സന്തോഷമായി, സ്തോത്രത്തോടെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും നിങ്ങൾ അയച്ചു തരേണ്ട ആവശ്യമില്ലെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. മക്കദോന്യ സഭയെക്കുറിച്ച് പ്രശംസിച്ച് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 8-9 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ സഭകളെല്ലാം അപ്പോസ്തലന്റെ വേലയ്ക്ക് കൈത്താങ്ങലായി നിന്നത് നന്ദിയോടെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. അപ്പോസ്തലൻ അവസാനം പറയുന്നത് എനിക്ക് സമൃദ്ധിയായിരിക്കുന്നു എന്നാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ വലിയ സമൃദ്ധിയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ സ്വന്തം പിതാവിൻ്റെ കരങ്ങളിലെ സമൃദ്ധി കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവ് സമൃദ്ധി സമ്പന്നനാണ്, അവൻ എൻ്റെ കാര്യങ്ങൾ നടത്താൻ മതിയായവനാണെന്നുള്ള വിശ്വാസത്തോടെ അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതായിരിക്കണം നമ്മുടെ സുവിശേഷ വേലയോടുള്ള, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയോടുള്ള സമീപനമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനാണ് സ്വർഗത്തിൽ പ്രതിഫലമുള്ളത്. മൂന്നാമത്തേത് ത്യാഗമാണ്. നമുക്കറിയാം, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് വെറും സേവനമായിട്ട് മാത്രമല്ല, അപ്പോസ്തലൻ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയായിരുന്നു. തൻ്റെ ജീവനെ നൽകിക്കൊടുക്കുന്നതിലും അധികം സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ക്രിസ്തുനാഥൻ്റെ ശിഷ്യനായി അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ ഇതാ ബലിയായി സമർപ്പിക്കുകയാണ്, ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, എനിക്കുള്ളതെല്ലാം ഛേദമെന്ന് ഞാൻ എണ്ണി. അപ്പോസ്തലൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പരീശ പ്രമാണിയായിരുന്നു, ഞാൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ശിഷ്യനായിരുന്നു, യഹൂദ പ്രമാണിയായിരുന്നു, ഒത്തിരി എനിക്ക് അവകാശവാദങ്ങളുണ്ട്, എന്നാൽ ക്രിസ്തു നിമിത്തം എല്ലാം ഛേദമെന്നെണ്ണുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത്. തനിക്ക് ഭൗതികമായുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും, എല്ലാ അവകാശവാദങ്ങളും, എല്ലാ സ്ഥാനമാനങ്ങളും, പരീശ പ്രമാണി എന്നുള്ള സ്ഥാനവും ഉപേക്ഷിച്ചിട്ടാണ് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ എന്നെ തന്നെ ക്രൂശിച്ചിരിക്കുന്നു, ജഡത്തെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അപ്പോസ്തലൻ. മരണം എനിക്ക് ലാഭമാണെന്ന് ചിന്തിക്കുന്ന അപ്പോസ്തലൻ. ഫിലിപ്പിയ ലേഖനം 1:21 അങ്ങനെ പറയുന്നുണ്ട്, ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന എനിക്ക് ലാഭവുമാകുന്നു. അപ്പോൾ മരണത്തെ ലാഭമായി കണ്ട അപ്പോസ്തലൻ. അതാണ് യഥാർത്ഥ ത്യാഗമെന്ന് പറയുന്നത്. ക്രിസ്തു ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ ആരും എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. നമ്മുടെ കഷ്ടതകളും നമ്മുടെ സഹനങ്ങളും ക്രൂശുകളും എടുത്ത് കർത്താവിനെ അനുഗമിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂശീകരണമാണ്, നമ്മെ തന്നെ ക്രൂശിക്കുന്നതാണ്. നമ്മുടെ ലോക സ്നേഹത്തെ, നമ്മുടെ സ്ഥാനമാനങ്ങളെ എല്ലാം ക്രൂശിക്കുന്നതാണ്. നീ നോക്കൂ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ യേശു പഠിപ്പിക്കുന്നുണ്ട്, 70 വട്ടം ക്ഷമിക്കുക. അതൊരു ത്യാഗമാണ്, അല്ലേ? ശത്രുവിനോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ത്യാഗമാണ്. തിന്മ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നന്മ അങ്ങോട്ട് ചെയ്യുക, അതാണ് ത്യാഗം. സ്വന്തമായ സകലവും വേണ്ടെന്ന് വെച്ചിട്ട് നന്മ ചെയ്യാൻ തയ്യാറാകുക. അഭിമാനം വേണ്ടെന്ന് വെച്ചു, സ്വാശ്രയം വേണ്ടെന്ന് വെച്ചു, അതുപോലെ സ്വന്തമായ യോഗ്യതകളൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ തൻ്റെ അപ്പനെയും അമ്മയെയും അധികം ദൈവത്തെ സ്നേഹിക്കുന്ന, മറ്റെന്തിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന ആ സ്നേഹം, അതാണ് ത്യാഗം എന്ന് പറയുന്നത്. 4-ാമത്തെ കാര്യം എന്താണ്? നമ്മൾ ചിന്തിച്ചതാണ്. 4-ാമത്തത് ചൂഷണമാണ്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കൂലി പിടിച്ചു വെച്ചാൽ, ജോലി ചെയ്യുന്നവൻ്റെ കൂലി പിടിച്ചു വെച്ചാൽ, നിങ്ങൾ ഇതാ ആ കൂലി ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു, അതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. മനുഷ്യർക്ക് അർഹതപ്പെട്ടത്, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത്, മറ്റുള്ളവൻ്റെ കൂലി, സഹോദരന് അവകാശപ്പെട്ടത് പിടിച്ചു വാങ്ങുന്നു എങ്കിൽ, അത് എൻ്റെ പക്കൽ അനീതിയായിട്ടുള്ളത് എൻ്റെ പക്കൽ വരുന്നു എങ്കിൽ, മറ്റുള്ളവൻ അവകാശപ്പെട്ടത് ഞാൻ പിടിച്ചു വയ്ക്കുന്നുവെങ്കിൽ, അതാണ് ചൂഷണം. അതാണ് നാം ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ, ദൈവത്തിന് കൊടുക്കുന്നത് പിടിച്ചു വയ്ക്കുന്നത് ദൈവത്തെ മോഷ്ടിക്കലാണെന്ന്
പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അത് ദൈവത്തോടുള്ള ചൂഷണമാണ്. നമുക്കുള്ള വരുമാനത്തിൻ്റെ ഒരു ഭാഗം പഴയ നിയമം അനുസരിച്ച് ദശാംശം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൽ നിശ്ചയിക്കുന്നത് പോലെ കൊടുക്കട്ടെ, നിർബന്ധത്താൽ അരുത് എന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു ഭാഗം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവ നന്മ പ്രവർത്തികൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഞാൻ പിടിച്ചു വെച്ചാൽ അത് ദൈവത്തെ മോഷ്ടിക്കലാണ്. നമുക്കറിയാം, ഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പ്രവാചകന്മാർ വിലയേറിയ വസ്തുക്കളെ അപഹരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ വ്യാജമായി പ്രവചിക്കുന്നു. 28-ാമത്തെ വാക്യം അങ്ങനെയാണ്. വ്യാജം ദർശിക്കുന്നു, കള്ളപ്രവചനം നടത്തുന്നു. ഇതെല്ലാം സമൂഹത്തോട് ചെയ്യുന്ന ചൂഷണമാണ്, വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതാണ്. പുരോഹിതന്മാരെ കുറിച്ച് ഹെസ്കേൽ 22-ന്റെ 26 പറയുന്നുണ്ട്, അവർ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി കളയുന്നു. അതിൻ്റെ 27-ാമത്തെ വാക്യം, പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് കടിച്ച് കീറുന്ന ചെന്നായ്ക്കളെ പോലെ ആയിരിക്കുന്നു ഭരണാധികാരികൾ. അതുപോലെ തന്നെ ജനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 22-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ജനം ഞെരുക്കം ചെയ്യുന്നു, എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുന്നു, പരദേശിയെ പീഡിപ്പിക്കുന്നു. പ്രഭുക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, സമൂഹത്തിലെ ജനം, ഇവരെല്ലാം ചെയ്യുന്ന ചൂഷണങ്ങളെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകൻ 22-ാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് 22-ാം അധ്യായം 30-ാമത്തെ വാക്യം, അവിടെ ദൈവം ഒരു വ്യക്തിയെ അന്വേഷിക്കുന്നു. സമൂഹം ഇത്രമാത്രം ചൂഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. യഹോവ പറയുകയാണ്, ഒരാളെയും കണ്ടില്ല താനും. ഇന്ന് നമ്മളെ ഇതിൻ്റെ നടുവിൽ നിന്ന് ദൈവത്തോട് മധ്യസ്ഥത യാചിക്കുവാൻ, ഈ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഈ ലോകത്തിൻ്റെ കാവൽക്കാരായി നിർത്തിയിരിക്കുകയാണ്. സമൂഹം മുഴുവൻ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ നാം അതിൽ പങ്കാളിയായി തീരാതിരിക്കുക എന്ന് മാത്രമല്ല, ആ സമൂഹത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് ഈ ശിക്ഷ ദൈവം മാറ്റിക്കളയും. പ്രിയമുള്ളവരെ, നാം ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ശാന്തമായി ഒന്ന് പരിശോധിക്കുക, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ജോലി ചെയ്ത് കൂലി വാങ്ങാം, തെറ്റൊന്നുമില്ല. പക്ഷേ ആ കൂലി ഭൂമിയിൽ മാത്രമുള്ളതാണ്, സ്വർഗത്തിൽ പ്രതിഫലമില്ലാത്തതാണ്. സേവനം ചെയ്യാം, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ. അതിന് ദൈവം പ്രതിഫലം നൽകും. ദൈവം സമൂഹത്തിൽ നിന്ന് അതിന് നമ്മളെ സഹായിക്കുവാനായി മറ്റുള്ളവരെല്ലാം ഒരുക്കും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള സമ്പൂർണ്ണമായ സമർപ്പണത്തോടെ ചെയ്താൽ ദൈവം വഴി നടത്തുമെന്നുള്ളതിന് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു ത്യാഗത്തിൻ്റെ ഫലമായി മാറണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സ്ഥാനമാനങ്ങൾ മാറ്റിവെക്കണം. നമ്മുടെ പ്രൗഢികളും അഹങ്കാരവും നിഗളവും ക്ഷമിക്കാൻ മനസ്സവരിൽ നിന്ന് അർഹതയില്ലാത്ത പിടിച്ചു വാങ്ങുന്ന ചൂഷകരായി നമ്മൾ മാറരുത്. വളരെ വ്യക്തമായി പ്രവാചകൻ മുഖാന്തരം പറയുന്നു, ഇതിന് ശിക്ഷ ലഭിക്കാതെ പോകയില്ല. തലമുറകൾ ശിക്ഷ അനുഭവിക്കാതിരിക്കണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ ചൂഷണത്തിൽ നിന്ന് മാറി ത്യാഗോജ്ജലമായ ഒരു സേവനം ചെയ്യുവാൻ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം, ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനങ്ങൾക്കാട് നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കർത്താവെ സമ്പൂർണ്ണമായൊരു സമർപ്പണം എടുപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം തൃപ്പാദങ്ങളിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.